ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കളിക്കുന്നത് GTA 5 ആണ്. GTA San Andreas നമ്മൾ കളിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെയിം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മൈക്കിളിൻ്റെ ക്യാരക്ടർ വെച്ചാണ് കളിക്കുന്നത്. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. ഇത് TV-യിലാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒക്കെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഇതിലൊരു ഒരു മോഡ് കാണിച്ചു തരാം. അതെല്ലാവർക്കും ഉപകാരപ്പെടുകയും ഈ ഡയറക്ടർ മോഡ് എന്നൊരു സംഭവമുണ്ട്. അത് ഏത് ബട്ടൺ കമ്പ്യൂട്ടർ കളിക്കുന്ന കൂടുതലുള്ളത്. ഇങ്ങനത്തെ കൺട്രോളർ കളിക്കുന്ന ആൾക്കാരും പറഞ്ഞുതരാം. എക്സ്ബോക്സിൻ്റെ ഈ കൺട്രോളർ കളിക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു ബട്ടൺ, ഈ ഒരു നേരെ ഈ കൺട്രോളറിൻ്റെ നേരെ ഇപ്പുറത്തെ ഈ സ്വിച്ച് കാണുന്നുണ്ടോ? ആ സ്വിച്ച് കണ്ടോ? അത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ വരും. അപ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ഈ ബട്ടനെ പിന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ ബട്ടൺ വർക്കാവില്ല. ഇത് ഈ പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് നമ്മൾ ഡയറക്ടർ മോഡ് എടുക്കുക. അപ്പോൾ അതിലിങ്ങനെ ചോദിക്കും. അതൊക്കെ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇങ്ങനെ വരും. ഇപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സെറ്റിങ്സ് പോയിക്കടെ നമുക്ക് ഈ പോലീസൊന്നും വേണ്ടെങ്കിൽ നമ്മൾ ഈ വാണ്ടഡ് സ്റ്റാറ്റസ് ഡിസേബിൾ ആക്കുക. പിന്നെ റിസ്ട്രിക്റ്റഡ് ഏരിയാസ് ഓഫ് ആക്കുക. ഇൻവിസിബിലിറ്റി ഓൺ ആക്കുക. നമ്മൾ ചാവണ്ടെന്നെങ്കിൽ ഇൻവിസിബിൾ ഓൺ ആക്കുക. സൂപ്പർ ജമ്പ് ഓൺ ആക്കുക. നല്ലൊരു ജമ്പ് ഉണ്ടാവും. അതേപോലെ വെതർ ഞാൻ സെലക്ട് ചെയ്യണത് ഓവർകാസ്റ്റ് തണ്ടറാണ്. അപ്പോൾ നമ്മൾ തണ്ടറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ടേഴ്സിനെ മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന ഇതൊന്നുമല്ല, അവിടെ ഇങ്ങനത്തെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് വണ്ടികളൊന്നും കയറാൻ പറ്റില്ല. ഇതൊന്നും വേണ്ട, ഇങ്ങനത്തെ ഒന്നും പറ്റില്ല. ഞാൻ മിലിറ്ററിക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മിലിറ്ററിയിൽ എയർഫോഴ്സ് പൈലറ്റ് ആയിട്ടില്ല. ഓക്കെ, നമ്മൾ ഈ ഒരു കോസ്റ്റ്യൂമാണ് സെലക്ട് ചെയ്തത്. നമ്മൾ ഇങ്ങനെ പോവാണ്. ഈ കൺട്രോളർ വൈബ്രേറ്റ് ചെയ്യും. ഇതിൻ്റെ ഈ TV-യിലുള്ള കാര്യം അനുസരിച്ച് ഇത് വൈബ്രേറ്റ് ചെയ്യണം. നോക്കട്ടോ, അത് നിങ്ങൾക്ക് കാണാം. ടാബൊക്കെ അളകുന്നുണ്ട്. പട്ടാളത്തിൻ്റെ അതായത് ലൊക്കേഷൻ്റെ പേര് ഞാൻ അങ്ങോട്ട് പോവാണ്. ടെലപ്പോർട്ടായി അങ്ങോട്ട് പോവാണെങ്കിൽ അടുത്തിട്ട് കാണിച്ചത്. ഓക്കെ, നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിതൊരു വണ്ടി എടുക്കാം. ഞാൻ ഈ ഒരു വണ്ടി എടുക്കണേ. പട്ടാളത്തിൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ട് അവർക്ക് തോന്നി നമ്മൾ പട്ടാളത്തിൻ്റെ വല്ലതും ആയിത്തരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടമുള്ള വണ്ടിൻ്റെ ടാങ്കാണ്. ടാങ്ക് ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വഴിയുണ്ട് ഇവിടെ ഇല്ലേ. അപ്പം നമുക്ക് വേറെ അങ്ങോട്ട് എന്തെങ്കിലും പോവാം. ഇവിടെ ഇല്ലല്ലോ. ടാങ്ക് വരുന്നു. നമുക്ക് ടാങ്ക് എടുക്കാം. ടാങ്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പോകണം. നമുക്ക് ആ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ TV-യിൽ ഭയങ്കര മഴയാണ്. ഇതാ എൻ്റെ വീടിൻ്റെ പുറത്ത് ഭയങ്കര മഴയാണ്. ഞാൻ ഗൾഫിലാണ്. ഇവിടെ ഭയങ്കര മഴ. നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ക്ലിയർ ആണോ എന്നറിയില്ല. ഞാൻ വെച്ചിട്ടുണ്ട്. ഏതായാലും
പാർക്ക് ചെയ്തത് എവിടെ? ഒരു ടാങ്ക് പാർക്ക് ചെയ്യാൻ വന്നതല്ല, ഞാൻ വേറെ വല്ല വണ്ടി ഉണ്ടാകാൻ പോലെ. ഇതിൻ്റെ ചാട്ടം കാണിച്ചത് നല്ല സൂപ്പർ ജമ്പ് പറഞ്ഞ് ഇങ്ങനെ കയറാം, ഇങ്ങനെ ചാടും. അവിടെ സൈഡിൽ ഡയറക്ടർ മോഡ് കണ്ടില്ലേ? ഈ ഡയറക്ടർ മോഡല്ലാതെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഗെയിമിൽ കമ്പ്യൂട്ടർ മോഡ് ചെയ്യണം, അത് ഭയങ്കര ഹാർഡാണ്. ഇത് കളിക്കുന്ന കമ്പ്യൂട്ടറിലല്ല. ഇത് ചാടുക, ഈ ടാങ്കിൽ വേണം. ഞാൻ ടാങ്ക് എടുത്തു. നമ്മൾ ഈ ടാങ്ക് താളെ അടിച്ച് പുറത്താക്കാം. ടാങ്ക് എടുക്കാം. നമ്മളെ ചെങ്ങാനെ കൊന്നു കഴിച്ചു. ഇതാണ് നമ്മളെ വണ്ടി. നമുക്ക് ഈ വണ്ടിന്റെ മുകളിൽ കയറി എന്ത് സംഭവിക്കാൻ നോക്കാം. ഓ ഗൈസ്, ആ ബൈക്ക് നശിച്ചു പോയി. ബൈക്കൊന്നും പറ്റില്ലല്ലോ. ബൈക്ക് സൂപ്പറാട്ടോ. ഇപ്പോഴാണ് ആ ബൈക്ക് പൊട്ടിയത്. നമ്മൾ ടാങ്ക് കൊണ്ട് എന്താ ചെയ്യാൻ നോക്കട്ടെ. ഞാൻ ഈ വെതർ ഒന്ന് മാറ്റട്ടെ, ഒരു ലുക്കില്ല. ഇപ്പൊ ഒരു ഉച്ച സമയമാണ്. താഴത്ത് വെള്ളമൊക്കെ ഉണ്ട്. ഞാൻ ഇനി ഫൈറ്റ് സെറ്റ് പൊട്ടിച്ചിട്ട്, സോറി ഗൈസ്, ഞാൻ അറിയാതെ ഫൈറ്റ് സെറ്റ് തീ ബോംബിട്ട് നമ്മൾക്ക് ഇനി ഇത് ഓടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത് ഓടിച്ചു നോക്കാം. ഓക്കെ. ഓ പുകയുണ്ട് ഗൈസ്, നല്ല പുകയുന്നുണ്ട്. ലീവ് പോയി. അയ്യോ, ഞാൻ വേറൊരു എയർപോർട്ട് പോയി ലാൻഡ് ചെയ്യാണ്. ഇതൊരു ചെറിയ റൺവേ, നമുക്ക് ഇവിടെ പോയി ലാൻഡ് ചെയ്യാം. പഠിച്ചു പോകാൻ സാധ്യത നമുക്ക് എപ്പോഴും പൊട്ടാൻ അറിയില്ല. ഇതിപ്പോ പൊട്ടും. അതിന് മുമ്പ് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കുറെ ഉയരത്തേക്ക് പോവാ. നമ്മളെ എത്താനായി. അവിടെ ഇപ്പൊ എത്തും, പക്ഷെ ഇവിടെ ആകും പുകഞ്ഞിട്ടോ. നമ്മളെ സ്ഥലത്തി നമ്മൾ ലാൻഡ് ചെയ്യട്ടെ. അയ്യോ, ഫുള്ള് പൊട്ടി. നമ്മൾ വെള്ളം ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഈ പോർച്ചിൽ പാർക്ക് ചെയ്യാൻ നോക്കണ്. ഫുൾ അടിച്ച് പോയി. ആകെ ഗണ്ണ് മാത്രമേ വർക്ക് ചെയ്യാന്നുള്ളൂ, ബാക്കി ഫുൾ അടിച്ച് പോയി.
പക്ഷേ നമ്മളിങ്ങനെ ചെയ്യാം. ഇവിടെ വേറെ ഒരു വിമാനമുണ്ട്. ഞാൻ പെട്ടെന്ന് ഫോർത്ത് ആൻഡ് കൂടെ ആണ് ലൊക്കേഷൻ പോട്ടെ. എവിടെ ഫുള്ള് വണ്ടിയിലുള്ള ഒരു കാർ എടുക്കാം. അതൊരു കാർക്ക് പോകുമ്പോൾ ഞാൻ അതിലത്തെ ഡ്രൈവർ അത് കൊല്ലും. ഹെലികോപ്റ്റർ പോയി. നമുക്ക് ഇനി വേറെ വണ്ടി എടുക്കാം. ഡ്രിഫ്റ്റിംഗ് കിങ് ആണ് കഴിഞ്ഞു. ഇതിന്റെ ഡ്രിഫ്റ്റിംഗ് കാണണമെങ്കിൽ നിങ്ങൾ വേറെ ട്രിക്ക് കാണിച്ചു തരാം. ഇതിന്റെ ഡ്രിഫ്റ്റിംഗ് കാണുന്ന ഒരു പ്രത്യേക തരം സംഭവമുണ്ട്. നമ്മൾ ഈ തോക്കെടുത്തിട്ട്, സോറി തോക്കല്ല, നമുക്ക് പിസ്റ്റൾ, ചെറിയ പിസ്റ്റൾ. ഓക്കെ, ഈ പിസ്റ്റളോട്ട് നമുക്ക് ഈ ടയറൊക്കെ കാറ്റൊക്കെ ഫുള്ള് കളയാം. ടയർ ഫുള്ള് കാറ്റ് പോകുന്ന നമുക്കറിയില്ല. ചിലപ്പോൾ പോവാണെങ്കിൽ പോയിക്കോട്ടെ. അത് പോയി. അതും പോയി. നമുക്ക് ഇനി വണ്ടി കയറാം. നമ്മൾ വണ്ടി കുറച്ചേരം ഇങ്ങനെ റബ്ബ് ചെയ്ത് നിൽക്കുമ്പോൾ അതിങ്ങനെ ടയർ പോകേണ്ടി വരും. ഓക്കെ, അത് പോയി. ഓക്കെ, അത് പോട്ടെ. ഇനി ഫ്രണ്ട് ടയർ മാത്രമേ ഉള്ളൂ. ഞാൻ ഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഫ്രണ്ട് ടയറും പോയി. ഓക്കെ, ഫുൾ ടയർ പോയിപ്പോ. ഞാൻ ഡ്രിഫ്റ്റിംഗ് കാണിച്ചു തരാം. ടയർ പോയ ഡ്രിഫ്റ്റിങ്ങിലാണ് നീങ്ങുക. എനിക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ ഞാൻ നീങ്ങുന്നല്ല. ഞാൻ ഇനി സിറ്റി ഫുള്ള് കറങ്ങാൻ പോകുന്നു. ഈ കാറില്ല, ഈ ടയറില്ലാത്ത കാറിൽ. വണ്ടി ഇവിടെയൊക്കെ വർക്കാവോന്ന് അറിയില്ല. ഭയങ്കര പണിട്ടോ വണ്ടി ഉണ്ടല്ലേ. അത് ടയറില്ലാത്ത വണ്ടി. പോലീസ് നമ്മൾ ഈ വണ്ടിയിൽ എസ്കേപ്പ് ആവാൻ പോവാണ്. ടയറില്ലാത്ത വണ്ടി നമ്മൾ പോലീസിനെ എങ്ങനെ മറികടക്കുക? കാത്തിരുന്ന് കാണാം. അയ്യോ അയ്യോ അയ്യോ,
വണ്ടിൻ്റെ ഫ്യൂൽ ലീക്കാകാൻ തുടങ്ങി ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ വെടി വെക്കുമ്പോൾ അത് കത്തിപ്പിടിക്കും. അപ്പോൾ ഗൈസ് അടുത്തൊരു വാർത്തയായിട്ട് വരുന്നത് കാരണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.